ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവ്വമത സമ്മേളനം നടത്താൻ കാരണം മാപ്പിള ലഹളയെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മാപ്പിളമാർ ഹിന്ദുമതത്തിലുള്ളവരെ കൊന്നൊടുക്കുന്നത് കണ്ടതാണ് ഗുരുവിനെ സർവ്വമത സമ്മേളനത്തിന് പ്രേരിപ്പിച്ചത്. എല്ലാ മതത്തിന്റെയും ആശയം ഒന്നാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഗുരു സർവ്വമത സമ്മേളനം നടത്തിയത് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. എന്താണ് ആലുവ സർവ്വമത സമ്മേളനം നടത്താൻ കാരണമെന്ന് പറഞ്ഞാൽ വ്യക്തമായ ചരിത്രമുണ്ട്. മാപ്പിള ലഹളയാണ്. അദ്ദേഹം പറയുന്നുണ്ട് മാപ്പിള ലഹളയാണ്. എന്താ മാപ്പിള ലഹള? മുസ്ലിം സമുദായം മാപ്പിള ലഹള എന്ന് പറഞ്ഞാൽ വൃത്തമായ ലഹള നടത്തി ഹിന്ദുക്കളെ മാനഭംഗപ്പെടുത്തുകയും സ്ത്രീകളെ എല്ലാം മതപരിവർത്തനം കൊല്ലുകയും തിന്നുകയും ചെയ്ത മഹത്തായ ഒരു ദുരിതം അന്ന് നടന്നു. ഇതിൻ്റെ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ ഗുരുദേവൻ ആ ദുഃഖം എന്താണെന്ന് അറിയാൻ വേണ്ടി കുമാരനാശാനാണ് പറഞ്ഞിട്ട് കുമാരനാശാൻ അവിടെ പോയി ഇതെല്ലാം കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഉള്ള സത്യങ്ങളെല്ലാം നേരെ വന്നു ഗുരുവിനോട് പറഞ്ഞു. ആ ഗുരുവിനോട് പറഞ്ഞ ആ ഗുരുവിൻ്റെ ദുഃഖമാണ് ഇങ്ങനെ ഒരു സർവ്വമത സമ്മേളനം വിളിച്ചു കൂട്ടുവാനുണ്ടായിരുന്നത്. ഈ വേദിയിൽ വെച്ച് വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാനോളം പുകഴ്ത്തി. SNDP യോഗത്തെ ശക്തമായ സാമ്പത്തിക ശക്തിയാക്കി വളർത്തിയെടുക്കാൻ കാണിച്ച ദീർഘവീക്ഷണം അഭിനന്ദനാർഹമാണ്. ഗുരു ദർശനങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് വെള്ളാപ്പള്ളി ശ്രദ്ധ വയ്ക്കുന്നു എന്നും പിണറായി പറഞ്ഞു. അദ്ദേഹത്തെ ഇന്നിവിടെ ആദരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും ഔചിത്യപൂർവമായ നടപടിയാണ്. ഒരു പ്രസ്ഥാനത്തെ നിരന്തരമായി മുന്നോട്ട് നയിക്കാൻ, അതിൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ, പുതിയ തലമുറക്ക് വഴികാട്ടാൻ ഒരു നേതാവിനെ എത്രത്തോളം ദൃഢനിശ്ചയം ഉണ്ടാകണമെന്ന് വെള്ളാപ്പള്ളി കാണിച്ചു തരുന്നുണ്ട്. ഈ സംഘടനയെ ശക്തമായ ഒരു സാമ്പത്തിക ശക്തിയാക്കി വളർത്തിയെടുക്കുന്നതിന് അദ്ദേഹം കാണിച്ച ദീർഘവീക്ഷണവും പ്രായോഗിക ബുദ്ധിയും അഭിനന്ദനാർഹമാണ്. കൂടുതൽ വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നു. ചന്തു, ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴിതാ ചരിത്രത്തെ കൂടി വളച്ചൊടിച്ച് അത്തരം പരാമർശങ്ങൾ നടത്തുന്നു. ഏറ്റവും അത്ഭുതകരമായി തോന്നിയത് ആ വേദിയിൽ മുഖ്യമന്ത്രി ആ പരാമർശത്തെ തള്ളിപ്പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുകയും ചെയ്തിരിക്കുന്നു. വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കില്ലേ ഇത്? ലക്ഷ്മി, മുഖ്യമന്ത്രി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയതിന് ശേഷമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പരാമർശമുണ്ടായത്. മുഖ്യമന്ത്രി പ്രധാനമായും ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പ്രസംഗമൊക്കെ പൂർത്തിയാക്കി മടങ്ങിയതിന് ശേഷമാണ് വെള്ളാപ്പള്ളി നടേശൻ സ്റ്റേജിൽ പ്രസംഗിക്കാൻ വേണ്ടി എത്തിയത്. അതിനുശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായത്. പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് ഗുരു സർവമത സമ്മേളനം നടത്താൻ കാരണം മാപ്പിള ലഹളയാണ്. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്താൻ പ്രധാന കാരണമായിരിക്കുന്നത് മാപ്പിള ലഹളയാണ്. മാപ്പിളമാർ ഹിന്ദു മതത്തിലുള്ളവരെ കൊന്നൊടുക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സർവമത സമ്മേളനം ശ്രീനാരായണ ഗുരു സംഘടിപ്പിച്ചത്. എല്ലാ മതത്തിൻ്റെയും ആശയം ഒന്നാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി സർവമത സമ്മേളനം ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഗുരു നടത്തിയതെന്നും പറയുന്നു. കുമാരനാശാൻ്റെ ദുരവസ്ഥ എന്ന കവിത ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പരാമർശം. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യൂനപക്ഷ വിരുദ്ധവും വർഗീയപരവുമാണ് ഈ പരാമർശമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിന് തൊട്ടു മുൻപാണ് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ വാനോളം പ്രശംസിച്ചത്. കാരണം ശ്രീനാരായണ ഗുരു ദർശനങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ, പുതിയ തലമുറയെ ഈ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളിൽ ആകൃഷ്ടരാക്കാൻ വളരെയധികം പ്രയത്നിച്ച വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പ്രശംസിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങ് എന്തുകൊണ്ടും ഔചിത്യമാണെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. പ്രധാനമായും തിരുവനന്തപുരം പെരിങ്ങമലയിൽ ഇന്ന് ശ്രീനാരായണീയം എന്ന ഒരു കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനവും അതുമാത്രമല്ല വെള്ളാപ്പള്ളി നടേശൻ SNDP
SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് 30 വർഷം പൂർത്തിയാക്കിയതിൽ അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണ് നടന്നത്. അതിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ എത്തുകയായിരുന്നു. അധ്യക്ഷ സ്ഥാനം വഹിച്ചത് വെള്ളാപ്പള്ളി നടേശനാണ്. ഈ ചടങ്ങിലാണ് ആദ്യം മുഖ്യമന്ത്രി സംസാരിച്ചു. മുഖ്യമന്ത്രി സംസാരിച്ചത് പ്രധാനമായും ഗുരുദേവ ദർശനങ്ങളെ എത്രമാത്രം ഇക്കാലത്ത്, അതായത് വർഗീയത വളരെയധികം നമ്മുടെ സമൂഹത്തിൽ വ്യാപിക്കുന്ന ഒരു കാലത്ത് ഗുരുദേവ ദർശനങ്ങൾ എത്രമാത്രം നമ്മൾ മുറുകെ പിടിക്കണം, അല്ലെങ്കിൽ ഗുരുദേവ ദർശനങ്ങൾ എങ്ങനെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് ഗുരുവചനങ്ങൾ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അതിനുശേഷം ഈ 30 വർഷം SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളി നടേശനെയും അദ്ദേഹം പ്രശംസിച്ചു. അതിലാണ് അദ്ദേഹം പ്രധാനമായും ഗുരുദേവ ദർശനങ്ങളാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ SNDP യോഗം എന്ന സംഘടനയെ തന്നെ ഇത്രയധികം സാമ്പത്തികമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ വെള്ളാപ്പള്ളി നടേശന് കഴിഞ്ഞു. ഇനി ഭാവി തലമുറയ്ക്ക്, വരും തലമുറയ്ക്കും ഇത്തരത്തിൽ ഗുരുദേവ ദർശനങ്ങൾ മുറുകെ പിടിച്ച് വെള്ളാപ്പള്ളി നടേശന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന ആശംസ കൂടി നേർന്ന് മുഖ്യമന്ത്രി മടങ്ങിയതിന് ശേഷമാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഇത്തരത്തിലൊരു പ്രസ്താവന. അദ്ദേഹം അധ്യക്ഷ പ്രസംഗത്തിലാണ് ഇത്തരത്തിൽ മാപ്പിള ലഹളയെ വിമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മാപ്പിള ലഹള കാരണമാണ് ഗുരുദേവൻ ഇത്തരത്തിൽ ആലുവയിൽ ഒരു സർവമത സമ്മേളനം സംഘടിപ്പിച്ചതെന്ന വിവാദമാകുന്ന ഒരു പരാമർശം നടത്തിയിരിക്കുന്നു. ചന്തു ചന്ദ്രശേഖറാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്.